കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിന്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ വോട്ടർമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം, മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ളത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പുതുതായി വരുന്ന വാർത്ത, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന പിണറായി വിജയൻ നിലപാടെടുക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു നേതാവിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. പക്ഷേ എനിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കെയർ ടേക്കർ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, തെരഞ്ഞെടുപ്പിനെ നയിച്ച നേതാവ്, സർക്കാരിനെ നയിച്ച നേതാവ് അദ്ദേഹമാണ്. 81 ലക്ഷം പേർ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്നാണ് കണക്ക് വരുന്നത്. ഈ വോട്ടർമാരോട് ഇതുവരെ ഒരു വാക്ക്, അതായത് തോറ്റ MLA, തോറ്റ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജയിച്ചവരും എല്ലാവരും, അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചതിന് വോട്ടർമാരോട് നന്ദി പറയുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജയിപ്പിച്ചവർ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, വോട്ട് ചെയ്തവർ എല്ലാവരും നന്ദി പറയുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കും ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വാക്കുമുണ്ടാത്തത്? അദ്ദേഹത്തിന് ഇതുവരെയും തോൽവി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമല്ലോ വിചാരിക്കാൻ. ജനാധിപത്യത്തിൽ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാകും. തോൽക്കുന്ന സമയത്ത് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറയുകയും ഞങ്ങൾക്ക് തിരുത്താനുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാം, അക്കാര്യത്തിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുകയും ചെയ്യും ഞങ്ങളെന്ന് പറയേണ്ട ബാധ്യത എന്തായാലും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ തോൽവി എന്ന കാര്യം അദ്ദേഹത്തിന് ഇതുവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല ശ്രീജ, ഇതിന് മുൻപും, ഇത് ആദ്യ തവണയല്ല. ഇതിനു മുൻപ് ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സാമാന്യ മര്യാദയല്ലേ? തീർച്ചയായിട്ടും അതെ. അദ്ദേഹത്തെ പിന്തുണച്ച ഇത്രയധികം പേരുണ്ടല്ലോ, അവരോട് നന്ദി പറയുക, തോൽപ്പിച്ചവരോട് ഒന്നും പറയരുത്. മാത്രമല്ല, അഹോരാത്രം പണിയെടുത്ത ഇടതുപക്ഷ പ്രവർത്തകർ, ഇടതു മുന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ അനുഭാവികൾ, ഇവരോടെല്ലാം ഒരു നന്ദി വാക്ക് പറയുക. ഇന്നലെ A. സുരേഷ് ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധേയമായിരുന്നു. ഇതുപോലൊരു തോൽവി നേരിട്ടപ്പോൾ രാത്രി മുറിക്കയ്യൻ ബനിയനും ഇട്ട് ഇറങ്ങി വന്ന് മറുപടി പറഞ്ഞ VS-നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതാണ് പതിവ്. നമുക്ക് തോൽവി എന്ന് പറയുന്നത് എപ്പോഴും CPM പറയുന്നതല്ലേ, ഞങ്ങൾ ജയവും തോൽവിയും ഒന്നും അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കും, ഈ വർഗ പോരാട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും നിൽക്കും. അതിൽ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമേ അല്ല. അങ്ങനെയെങ്കിൽ ഈ ക്യാപ്റ്റനായി നിന്ന പിണറായി ആ ക്യാപ്റ്റൻ സ്ഥാനത്ത് തന്നെ നിന്ന് വന്ന് പറയണമായിരുന്നു, ഇത് തോൽവിയാണ്, ഇതൊരു പരാജയം, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ജനങ്ങൾ പറയുന്ന ആ തിരുത്തേറ്റെടുക്കുന്നു എന്ന് പറയും. പക്ഷെ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനത്തിലും പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. നമ്മൾ എത്രയോ കാലമായി അത് പ്രാഥമികമായ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് അനന്ത. പക്ഷേ ഇന്നിപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേട്ട് അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞ്, ഇപ്പോൾ ബ്രാഞ്ച് തലത്തിൽ നിന്ന് അവിടെ നിന്ന് അഭിപ്രായങ്ങൾ അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് മൊത്തത്തിൽ മാറ്റമുണ്ട്. ഈ പറയുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പതിവില്ലാത്ത രീതിയിൽ ഒരു മാറ്റത്തിന് CPM തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. പാർട്ടിക്കേ ഉള്ളൂ അറിയാത്തത്, നേതൃത്വത്തിനേ ഉള്ളൂ അറിയാത്തത്. ഒരു സമ്മേളനം ഈ കാലയളവിൽ നടന്നതാണ്. ആ സമ്മേളനത്തിൽ പോലും ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി എന്താണ് ഈ താഴെത്തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് വിവരങ്ങൾ എടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നൽകാത്തതെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അദ്ദേഹമാണ്. ആ തോൽവിയുടെ പൂർണ്ണമായും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് മാത്രമുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു കേരളത്തിൽ മുഴുവൻ ഫ്ലെക്സുകൾ നിറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയെ ഒരു ദിവസം പോലും മിണ്ടാനുള്ള അനുവാദം നൽകിയിരുന്നില്ല. പാർട്ടി സെക്രട്ടറി എവിടെയും സംസാരിച്ചിട്ടില്ല. ഒരു ക്യാമ്പയിനിൽ പോലും പ്രത്യക്ഷമായി അല്ലെങ്കിൽ വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല. പകരം M. സ്വരാജ് ആയിരുന്നു പലപ്പോഴും പ്രതിരോധവുമായി, പ്രതിപക്ഷ ഈ UDF-ന്റെ അറ്റാക്കിനെതിരെ പ്രതിരോധവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. പിണറായി വിജയനാണ് പൂർണ്ണമായും നയിച്ചത്. അതുകൊണ്ട് ഈ തോൽവിയുടെ കാരണം, ഉത്തരവാദിത്വം, അതിന്റെ വിശദീകരണം ഒക്കെ നൽകേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം അത് മിണ്ടാതിരിക്കുമ്പോൾ ഒരു ശ്രദ്ധേയമായ വാചകം, നിർഭയമായി അഭിപ്രായം പറയാൻ സൗകര്യം ഒരുക്കും. അത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം വിചാരിച്ചിരുന്നത് ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ താഴെ തട്ട് തൊട്ട് നിർഭയമായി അഭിപ്രായം പറയാനുള്ള ഒരു വേദിയാണ്. ജനാധിപത്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന പാർട്ടി തന്നെയാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു നിർഭയമായ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഭയത്തോടു കൂടി അവിടെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ഈ രീതി തിരിച്ചറിയിപ്പോഴായിരിക്കും ഉണ്ടായിരുന്നത്. കാരണം കൃത്യം വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ഈ രീതിയിൽ ഒരു നേതാവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പാർട്ടി ഈ ഘട്ടത്തിൽ പോയത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. ആ പോയിന്റിൽ നിന്ന് CPM ഒരു സാധാരണ നിലയിൽ CPM-ന് സംഭവിക്കാത്ത തരത്തിലുള്ള നേതൃത്വ പ്രതിസന്ധി നേരിടുന്നതാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയേ മതിയാകും.
ആ സമ്മർദ്ദമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായിയുടെ പേരാണ് എല്ലാവരും പിന്തുണച്ചെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നത്തെ വിവരമായി പുറത്തു വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ എല്ലാവരും പിണറായിയുടെ പേര് വെച്ച് പിണറായി പ്രതിപക്ഷ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നോക്കൂ, സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ വലിയ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ആ സാഹചര്യത്തിൽ ഒരു നേതൃമാറ്റം ഏത് പാർട്ടിയിലും സ്വാഭാവികമാണ്, ഒരു നേതൃമാറ്റ സാഹചര്യമാണ്. പക്ഷെ നേതൃമാറ്റം വരുമ്പോഴാണ് അടുത്ത പ്രശ്നം. അടുത്ത നേതാവ് ആകാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുണ്ടല്ലോ, ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ 4 പേർ മത്സരിച്ചു, അതിൽ KN ബാലഗോപാൽ മാത്രമേ വിജയിച്ചുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാറ്റഗറി നോക്കിയാണ് KN ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ സീനിയർ ലെവലിലെ പല ആളുകളുടെ ഭാവിയാണ് വെട്ടപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറിയിലെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സജി ചെറിയാൻ ഉൾപ്പെടെ VN വാസൻ ഉൾപ്പെടെ വലിയ പദവിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സാഹചര്യമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ പിണറായി വിജയന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കണമെന്ന്, അത് പക്ഷേ പാർട്ടിയുടെ റോങ് ചോയ്സ് ആയിരിക്കും എന്നതാണ്. ഓക്കെ, അഭിലാഷേ, അവസാനം ഒരു 30 സെക്കൻഡ്. പിണറായി വിജയനായിരിക്കുമോ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ്? എന്തുകൊണ്ടല്ല 2011 തോറ്റ ശേഷം VS അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് പ്രതിപക്ഷ നേതാവായത്? 90ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കെടാത്ത തീയും ജാകാത്ത പുഴുമുള്ള നരകത്തെക്കുറിച്ച് പറഞ്ഞത്. കോഴമാണി, ഓർമ്മയില്ലേ? ഇത് രണ്ടും രണ്ട് ശൈലിയാണ്. എനർജി ആയിരുന്നു VS ഒരു മാതൃകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. മാതൃകയാണ്. പക്ഷെ VS അച്യുതാനന്ദന്റെ ശൈലിയും പിണറായി വിജയന്റെ ശൈലിയും രണ്ടാണ്. ഇപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ വരുന്ന വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന ആള് പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ഈ പരാജയത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തിരിച്ച് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ? അല്ല, ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ആര് പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിണറായി വിജയൻ ഇല്ല എന്ന് വിചാരിക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗം, സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലുണ്ട്. അദ്ദേഹം സമ്മതനാണ്, പക്ഷേ അദ്ദേഹം അഗ്രസീവ് ആകുന്നില്ല എന്ന ഒരു പ്രശ്നം ഒരു പക്ഷേ നേരിടാം. ബാക്കിയുള്ള ഇപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ചാണെങ്കിലും പിന്നെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളായി വിജയിച്ച AC മൊയ്തീനെ സംബന്ധിച്ചാണെങ്കിലും ഈവൻ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചാണെങ്കിലും വളരെ അഗ്രസീവായി ഇപ്പോൾ സതീശനൊക്കെ പെർഫോം ചെയ്തതുപോലെ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് ആദ്യത്തെ വർഷങ്ങളിലെങ്കിലും പിണറായി വിജയൻ എന്ന ഓപ്ഷനിലേക്ക് നിയമസഭയ്ക്കുള്ളിൽ പോരാടുന്നതിനേക്കാൾ കൂടുതൽ തെരുവിൽ പോരാടി ഇനി LDF-ന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത്.